അതായിരുന്നു മേഴ്സിഡസിന്റെ ബെൻസ്. എന്നാൽ അതിനെ പിന്നിട്ട് എങ്ങനെയാണ് BMW മുന്നിലേക്ക് വന്നത്? 1980കളുടെ തുടക്കത്തിൽ ലക്ഷറി കാർ വിപണിയിൽ കൂടുതൽ സ്വാധീനം അല്ലെങ്കിൽ കൂടുതൽ സ്വാധീകരിച്ചത് മേഴ്സിഡസ് ബെൻസിന്റെ എസ് ക്ലാസുകളായിരുന്നു. ആ സമയത്ത് BMW തങ്ങൾക്ക് അതേ തലത്തിൽ മത്സരിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ ഒരു പുതിയ മോഡൽ തയ്യാറാക്കി. അതാണ് BMW E32. ഈ മോഡൽ പഴയതിനേക്കാൾ കൂടുതൽ പുതിയ സാങ്കേതിക സംവിധാനങ്ങളുമായാണ് എത്തിയിരുന്നത്. ഡ്രൈവിംഗ് കൂടുതൽ സുഖകരവും നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലുമായിരുന്നു കാറിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തിയത്. അതിനോടൊപ്പം തന്നെ സുരക്ഷയും സൗകര്യത്തിനും കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ കാറിൽ ഉപയോഗിച്ച ചില സംവിധാനങ്ങൾ ആ കാലത്ത് ലക്ഷറി സെഗ്മെന്റിൽ പുതുമയുള്ളതായിരുന്നു. പിന്നീട് 1987 ഈ മോഡലിൽ V12 എഞ്ചിൻ അവതരിപ്പിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ ആദ്യമായി ഒരു പ്രൊഡക്ഷൻ കാറിൽ V12 എഞ്ചിൻ എത്തിയ സംഭവമായിരുന്നു ഇത്. ഈ എഞ്ചിൻ ഉപയോഗിച്ചത് BMW 750i എന്ന വേരിയന്റിലായിരുന്നു. പിന്നീട് ഇത് BMWനെ സാങ്കേതികമായി ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. ഈ മോഡൽ വന്നതിന് ശേഷം മെഴ്സിഡസ് ബെൻസ് എസ് ക്ലാസ് മാത്രമായിരുന്നല്ല ലക്ഷറി സെഗ്മെന്റിൽ മുൻപിൽ നിന്നത്. BMW സമാനമായ നിലവാരത്തിൽ എത്തിയിരുന്നു. ഇതോടെ ഈ രണ്ട് ബ്രാൻഡുകൾ തമ്മിലുള്ള മത്സരം കൂടുതൽ ശക്തമായി. ഇപ്പൊ BMW E32 ഒരു പഴയ മോഡൽ ആണെങ്കിലും ഇത് ലക്ഷറി കാർ ചരിത്രത്തിൽ ഒരു പ്രധാന മാറ്റം കൊണ്ടുവന്ന മോഡലായിരുന്നു. നിങ്ങൾക്ക് BMW ആണോ അതോ ബെൻസ് ആണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ.